ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ നമ്മുടെ ബീഡഡ് ജ്വല്ലറി മേക്കിങ്ങിന് അത്യാവശ്യമായിട്ടുള്ള കുറച്ച് മെറ്റീരിയൽസിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളിട്ട ജ്വല്ലറി മേക്കിംഗ് വീഡിയോ കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുള്ളായി എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. അപ്പോൾ നമുക്ക് ഈ ഒരു ജ്വല്ലറി മേക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള അത്യാവശ്യമായിട്ടുള്ള കുറച്ച് മെറ്റീരിയൽസ് പരിചയപ്പെടാം. ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ള അത്യാവശ്യമായിട്ടുള്ള സാധനങ്ങൾ മാത്രമേ കാണിക്കുന്നുള്ളൂ. ഫസ്റ്റ് നമ്മുടെ കയ്യിൽ വേണ്ട ഒരു ഐറ്റം എന്ന് പറയുന്നത് ഈ ഒരു ബീഡിങ് ത്രെഡാണ്. എൻ്റെ കയ്യിലിപ്പോൾ കുറച്ചധികം ത്രെഡ് ഉണ്ട്. ഇത് ഞാൻ ഒറ്റയടിക്ക് മേടിച്ചതൊന്നുമല്ല, ഓരോ പ്രാവശ്യമായിട്ട് അങ്ങനെ മേടിച്ചതാണ്. ഈ ഒരു ത്രെഡ് നമുക്ക് പല സൈസിൽ അവൈലബിൾ ആണ്. ബട്ട് നമുക്ക് ജസ്റ്റ് 2 സൈസിലുള്ള ത്രെഡ് മതി. ഒന്ന് വന്നിട്ട് ഈ ഒരു 0.2 mm ത്രെഡും പിന്നെ വരുന്നത് 0.5 mm ത്രെഡും ആണ്. 0.2 mm ത്രെഡ് വന്നിട്ട് കുറച്ച് തിന്നാണ്, അതേപോലെ തന്നെ അത് എലാസ്റ്റിക് അല്ല. 0.5 mm ത്രെഡ് കുറച്ചും കൂടി തിക്കാണ്, അതേപോലെ തന്നെ അത് നന്നായിട്ട് വലിയുന്ന ഒരു ടൈപ്പ് ഓഫ് ത്രെഡാണ്. ഇതിപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ത്രെഡുകൾ തമ്മിലുള്ള തിക്നെസ് എങ്ങനെയാണെന്ന്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ബ്രേസ്ലെറ്റും അതേപോലെ തന്നെ റിങ്സും ആംഗ്ലറ്റും അതേപോലെ തന്നെ നമുക്ക് നെക്ലസ് ഒക്കെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. പിന്നെ വരുന്നത് ഈ ഐറ്റംസ് ആണ്. ഇതിൻ്റെയൊക്കെ ക്ലിയർ ആയിട്ടുള്ള പിക്ചർ ഞാൻ സൈഡിൽ കൊടുക്കാം. ഈ കാണുന്നതൊക്കെ കാഴ്ചയിൽ ചെറുതാണ്, നമുക്ക് ജ്വല്ലറി മേക്കിങ്ങിൽ ഏറ്റവും കൂടുതൽ അത്യാവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ ഇത്. ഫസ്റ്റത്തെ ഐറ്റം ആണ് കേട്ടോ ക്ലാപ്സ്. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും, ഇതാണ് കൊളുത്തെന്ന് പറയുന്ന സംഭവം. നമ്മൾ എന്ത് ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ബ്രേസ്ലെറ്റ് ആണെങ്കിലും ചെയിൻ ആണെങ്കിലും ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് കേട്ടോ ഈ ഒരു കൊളുത്ത്. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാനായിട്ട് മറക്കണ്ട. ഇതൊക്കെ നമുക്ക് ചെറിയ പൈസക്ക് ഓൺലൈനിൽ നിന്ന് കിട്ടും. മീഷോ, ഷോപ്സി ഇങ്ങനത്തെ ഒക്കെ സൈറ്റിൽ നിന്ന് നമുക്കിത് ചെറിയ പൈസക്ക് മേടിക്കാൻ കിട്ടും. പിന്നെ വരുന്നതാണ് ജം റിങ്സ്, അതായത് കണ്ണി. ഈ കണ്ണി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കൊളുത്തായാലും ചെയിൻസ് ആയാലും ഒക്കെ കണക്ട് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഈ ഒരു ബീഡഡ് ജ്വല്ലറി മേക്കിങ്ങിൽ അത്യാവശ്യമായിട്ടുള്ള വളരെ കുറച്ച് സാധനങ്ങൾ മാത്രമേ കാണിക്കുന്നുള്ളൂ. പിന്നെ എൻ്റെ കയ്യിലുള്ള സംഭവം കേട്ടോ ഈ ഒരു നീഡില്. സംഭവം ഇത് ആദ്യം എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടായില്ല, പിന്നെയാണ് എനിക്കിതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായത്. വേറെ ഒന്നുമല്ല, നമ്മൾക്ക് ഈ ത്രെഡ് ഈ നീഡിലിന്റെ ഉള്ളിലൂടെ ഇട്ടിട്ട് നമുക്ക് ബീഡ്സ് കോർത്തെടുക്കാനായിട്ടുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണിത്. ഈ ഒരു നീഡിലുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര മൈന്യൂട്ട് ആയിട്ടുള്ള ബീഡ്സ് വരെ ഈ ത്രെഡിൽ കൂടെ കോർത്തെടുക്കാനായിട്ട് ഈസി ആയിട്ട് പറ്റും. പിന്നെ വരുന്നതാണ് ഇത് നമുക്ക് ജ്വല്ലറി മേക്കിംഗ് കിറ്റിന്റെ കൂടെ ഒന്നും കിട്ടുന്നതല്ല. നമ്മളെ തയ്യൽ മെഷീൻ ഉണ്ടല്ലോ, അതിന്റെ ഇതിൽ നമുക്ക് സൂചിയിൽ നൂല് കോർക്കാൻ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണിത്. ഇതുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ത്രെഡ്സിൽ ബീഡ്സ് കോർത്തെടുക്കാനായിട്ട് പറ്റും. പിന്നെ വരുന്നതാണ് കണക്ടർ. ഇത് അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനമല്ല, ബട്ട് ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സംഭവമാണ്. ബ്രേസ്ലെറ്റിന്റെ അറ്റത്ത് ഈ ഒരു സംഭവം കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ ജം റിങ്സും കൊളുത്തും ഒക്കെ അല്ലെങ്കിൽ ചെയിനൊക്കെ നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ വരുന്നതാണ് ഇങ്ങനത്തെ ചെയിൻസ് പല ടൈപ്പിൽ നമുക്ക് മേടിക്കാനായിട്ട് കിട്ടും. പല സൈസിലും പല ഡിസൈനിലും പല കളേഴ്സിലും നമുക്ക് മേടിക്കാൻ കിട്ടും. എൻ്റെ കയ്യിലുള്ളത് ഈ ഒരു ചെയിനും പിന്നെ വേറൊരു മോഡൽ ഉണ്ട്, അതും ഞാൻ കാണിച്ചു തരാം. ഈ ഒരു ചെയിനുമാണ് ഉള്ളത്. ഇതിന്റെ രണ്ടിന്റെയും ഡിഫറൻസ് നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും. ഒരെണ്ണം കുറച്ച് വലിയ സൈസും പിന്നെ ഒരെണ്ണം ഭയങ്കര ചെറിയ സൈസും ആയിട്ടുള്ള. ഇതിൽ വലിയ സൈസിലുള്ള ചെയിൻസ് ഞാൻ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ബ്രേസ്ലെറ്റ്സിലാണ്. പിന്നെ ചെറിയ സൈസിലുള്ള ചെയിൻസ് യൂസ് ചെയ്തിട്ട് നമുക്ക് നെക്ലസും അതേപോലെ തന്നെ ബ്രേസ്ലെറ്റും ആണെങ്കിൽ ബ്രേസ്ലെറ്റും ഒക്കെ ഉണ്ടാക്കാനായിട്ട് പറ്റും. പിന്നെ വരുന്നതാണ് ഈ ഒരു ട്യൂബ് ക്രിം ബീഡ്സ്. അതായത് ഇത് ഇത്ര വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവമേ അല്ല, ബട്ട് ഇതുണ്ടെങ്കിൽ നമുക്ക് നീറ്റായിട്ട് ബീഡ്സ് ഒക്കെ ലോക്ക് ചെയ്യാനായിട്ട് പറ്റും. അതായത് ബ്രേസ്ലെറ്റ് മേക്ക് ചെയ്ത് അതിന്റെ എൻഡിങ്ങിൽ നമുക്ക് ജം റിങ്സ് ഒക്കെ ഇട്ട് കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഈ ഒരു ട്യൂബ് വെച്ചിട്ട് നമുക്ക് ലോക്ക് ചെയ്യാം. എന്നാൽ ഇതില്ലെങ്കിലും കുഴപ്പമില്ല, നോട്ട് ഇട്ട് കൊടുത്താലും മതി. ഇനി കാണിക്കുന്നത് ഇയറിങ്സ് ഉണ്ടാക്കാനായിട്ടുള്ള ഐറ്റംസ് ആണ്. ഇതാണ് ഇയർ ഹുക്സ്. ഇതല്ലെങ്കിൽ നമുക്ക് ലൂപ്സ് ഒക്കെ യൂസ് ചെയ്യാം. എൻ്റെ ചെറിയൊരു ലൂപ്പ് ഉണ്ട്, അതും കൂടി ഞാൻ കാണിച്ചു തരാം. ഇതാണ് ലൂപ്സ്. ഇതെൻ്റെ ചെറിയ സൈസിലുള്ള ലൂപ്പാണ്. ഇതേപോലെ ഓപ്പൺ ചെയ്തിട്ടാണ് യൂസ് ചെയ്യുക. ഇതിന്റെ ഈ ഒരു കാണുന്ന ഒരു കുളത്തിലാണ് നമ്മൾ ബീഡ്സ് ഒക്കെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഇതും നമുക്ക് പല കളേഴ്സ് കിട്ടും. ഗോൾഡ്, സിൽവർ, അതേപോലെ തന്നെ റോസ് ഗോൾഡ്, എല്ലാ കളേഴ്സും കിട്ടും. ഇത് ഞാൻ ഈ ഒരു ഹുക്ക് യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരു ഇയറിംഗ് ആണ്. ഇതേപോലെ നമുക്ക് പല ഡിസൈനിലും പല വെറൈറ്റിയിലുള്ള ഇയറിങ്സ് ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ഈ ഒരു ബീഡഡ് ജ്വല്ലറി മേക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള ടൂൾസ് ഇതൊക്കെയാണ്. കത്രിക, നീഡില്, അതേപോലെ തന്നെ ട്വീസേഴ്സ്. അപ്പോൾ ഇത്ര ഐറ്റംസ് മാത്രം മതി നമുക്ക് ഈ ജ്വല്ലറി മേക്കിംഗ് ചെയ്യാനായിട്ട്. ഇതിപ്പോൾ ഒറ്റയടിക്ക് നമുക്ക് എല്ലാം കൂടിയും മേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ചീച്ചായിട്ട് മേടിച്ചാൽ മതി. അപ്പോൾ വീട്ടമ്മമാർക്കൊക്കെ വീട്ടിൽ നിന്ന് ഏൺ ചെയ്യാൻ പറ്റുള്ളൊരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് കേട്ടോ ഈ ഒരു ജ്വല്ലറി മേക്കിംഗ് ഒക്കെ. പിന്നെ എൻ്റെ കയ്യിൽ കുറച്ചധികം ബീഡ്സ് ഉണ്ട്. ഇത് വന്നിട്ട് ഒരു ജ്വല്ലറി മേക്കിംഗ് കിറ്റാണ്.
അങ്ങനെ മേടിച്ച് കൂട്ടിയതാണ് ഇതൊക്കെ. നേരത്തെ പറഞ്ഞ പോലെ ഇതൊക്കെ ഒറ്റയടിക്ക് മേടിച്ചതല്ല, കുറച്ചായിട്ട് മേടിച്ച് കൂട്ടിയതാണ്. അതേപോലെ തന്നെ ക്വാണ്ടിറ്റി കുറവാണെങ്കിലും ഒരുപാട് വെറൈറ്റി കളേഴ്സ് ഓഫ് ബീഡ്സ് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ബീഡ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അതേപോലെ തന്നെ ഏറെക്കുറെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ ഇതൊക്കെ വെച്ച് നമുക്ക് ഒരുപാട് വെറൈറ്റീസ് ഓഫ് ജ്വല്ലറീസ് ചെയ്യാനായിട്ട് പറ്റും. അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ വഴിയേ ഇടാം. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സ്റ്റേ ട്യൂൺ ഫോർ ന്യൂ വീഡിയോസ്. ബൈ.